എന്തോ സ്വർഗം സിനിമ കണ്ടില്ല. ഞങ്ങൾ പിള്ളേരെയൊക്കെ കൂട്ടി പോണോന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ തോമസേട്ടാ ഞങ്ങൾക്കൊരു സ്വർഗമുണ്ട്. തോമസേട്ടൻ അത് കണ്ടിട്ടുണ്ട്? ആ വാ, ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ വീട്ടിലൊരു സ്വർഗമുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് പോകാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പൂർണ്ണത തേടിയുള്ള യാത്രയിലാണ് മനുഷ്യൻ. ഓരോ മനുഷ്യനും വ്യത്യസ്തനായിരിക്കുന്നത് പോലെ പൂർണ്ണതയ്ക്ക് ഒരുവൻ കൊടുക്കുന്ന അർത്ഥവും വിഭിന്നമാണ്. എന്നാൽ എല്ലാം തികഞ്ഞവരായി പൂർണ്ണരായി ഈ ലോകത്തിൽ ആരുമില്ല എന്നതാണ് സത്യം. പൂർണ്ണത ദൈവമാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ മുഖം മറഞ്ഞിരിക്കുന്നതോ മനുഷ്യൻ അപൂർണമെന്നും വികലമെന്നും കുറവ്, പോരായ്മ എന്നുമൊക്കെ പേരിട്ട് വിളിക്കുന്ന തികച്ചും സാധാരണ ഇടങ്ങളിലും. അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരോട് അവിടുന്ന് എളുപ്പവഴി പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇന്ന് ഭിന്നശേഷി ദിനം. ദൈവം മറഞ്ഞിരിക്കുന്ന, ദൈവത്തിൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യരുടെ നല്ല ദിവസം. യേശു കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയാൽ 35 വർഷമായിട്ട് ഈ സാധനത്തിൻ്റെ ഭാഗമായി, കുടുംബത്തിൻ്റെ ഭാഗമായി, ഈ കുടുംബത്തിൻ്റെതായ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ എൻ്റേതായ ജോലി വാഹനം ഓടിക്കുക എന്നുള്ള, വാഹനം ഓടിച്ച് ഈ കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റഴിക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനേകരുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഒരു സന്തോഷമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സാധനത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രോത്സാഹനമ്മയുടെയും ജാൻസിനെറ്റ് സിസ്റ്ററിൻ്റെയും മദറിൻ്റെയും കീഴിൽ നിന്നുകൊണ്ട് ഈ പിള്ളേരെ സ്നേഹിപ്പാനും ഈ പിള്ളേർക്ക് വേണ്ടി കരുതാനൊക്കെ ദൈവം ഞങ്ങളെയും ഉപയോഗിക്കുക. അനേക കുടുംബങ്ങളിൽ ഭിന്നശേഷിക്കാരായ പിള്ളേർക്ക് ലഭിക്കാത്ത സ്നേഹവും കരുതലും ഈ സിസ്റ്റർമാരിൽ നിന്ന് ഇവർക്ക് ലഭിക്കുകയും ഇവരിൽ ആ നന്മ കാണുകയും ചെയ്ത് കൊണ്ട് ഞങ്ങൾക്കും ഒരു കാര്യം മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം, ഇല്ലായ്മയിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഞങ്ങളുടെ സിസ്റ്റർമാരിൽ കൂടി ഞങ്ങൾക്കും അത് അനുഭവിക്കാൻ പറ്റിയതുകൊണ്ട് ക്രൂശിലെ സ്നേഹത്തിൻ്റെ വില ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീർന്നു. ഭിന്നശേഷിക്കാരെന്ന് ലോകം കാണുമ്പം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കോടികളുള്ള ആളുകളുടെ മക്കളേക്കാൾ സന്തോഷകരമായിട്ടാണ് ഈ സ്ഥാപനത്തിൽ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. ഒരിക്കൽ ആരോ ഇവരെ അംഗവൈകല്യമുള്ളവർ എന്ന് വിളിച്ചു. ഇന്ന് ആ തെറ്റ് തിരുത്തപ്പെടുകയാണ്. വ്യതിരിക്തങ്ങളായ ശേഷികളുള്ളവരാണ് ഈ മക്കൾ. എനിക്ക് പാടാനറിയാമെങ്കിൽ അടുത്തയാൾക്ക് ആടാനറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ ദേ ആർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് സ്പെഷ്യലി ബ്ലെസ്ഡ്, നോട്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. എൻ്റെ പേര് ജയ ജോസ്. ഞാൻ ഈ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ്. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണല്ലോ ഇന്ന്. ഞങ്ങളെല്ലാ ദിവസവും ഈ കാർമലിലാണ് വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം ഇത്രയും അടുത്ത് ബലി അർപ്പിക്കാനായിട്ട് ഒരു സൗകര്യം ഞങ്ങൾക്ക് ഈശോ ഒരുക്കി തന്നതിന് ആദ്യമേ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അതുപോലെ ഈ പിള്ളേർ എപ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. ഈ പിള്ളേർ സിസ്റ്റർമാരെയൊക്കെ അവരുടെയൊക്കെ അവസ്ഥകളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സങ്കടം തോന്നും. പക്ഷേ ദൈവം അവരെ ഒത്തിരി പരിപാലിക്കുന്നുണ്ട്. നടക്കാൻ മേലാത്ത കുഞ്ഞുങ്ങളുണ്ട്, വീൽ ചെയറിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ എത്രയോ സന്തോഷത്തോടെയാണ് ഇവിടെ കഴിയുന്നത്. അത് കാണുമ്പം നമ്മളറിയാതെ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഈ പിള്ളേർക്ക് ഇത്ര സന്തോഷവും ഒക്കെ കിട്ടുന്നത് ഇവിടുത്തെ സിസ്റ്റർമാരുടെ കരുതൽ സംരക്ഷണമൊക്കെ കൊണ്ടാണ്. ഓരോ ദിവസവും ദൈവം അവരെ പരിപാലിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെട്ടവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക, കരുണയോടെ പെരുമാറുക. നിന്റെ മുൻപിൽ അയാൾ ദൈവമായി മാറും. നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ടോ? കരയുന്നവൻ്റെ കണ്ണീരിന് കാരണം തിരക്കുക, അപ്പോൾ ദൈവത്തെ കേൾക്കാം. നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇവിടേക്ക് കയറി വരിക. പല കാരണങ്ങൾ കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ താമസിക്കുന്ന ഇടങ്ങൾ സമയം പോലെ സന്ദർശിക്കുക. തീർച്ചയായും അത് സ്വർഗമാണ്. ഭിന്നശേഷി ദിന ആശംസകൾ.
പലതരം ജോലികളിൽ ഞങ്ങൾ ഏർപ്പെട്ട് എപ്പോഴും വെറുതെ ഇരിക്കാനുള്ള ഒരു അവസരമില്ല. സന്തോഷമായിട്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇവിടെ പിന്നെ വീട്ടിലിരിക്കുമ്പം അങ്ങനെ പരസഹായം ഇല്ലാതെ എനിക്കിരിക്കാനും പറ്റില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂട്ടുകാരും അമ്മമാരും എല്ലാവരും വളരെ സന്തോഷത്തിലും ഇടപെടാനും അവരുടെ പെരുമാറ്റം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം വീട്ടിൽ ചെന്നാലും ഇവിടെ വന്നെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. വികലാംഗരെന്ന് പറയുമ്പോൾ ഒരു പുച്ഛ വരണം, അവരെ കൊണ്ട് എന്തിനു കൊള്ളാം, അവരെന്തിനുള്ളവരാണ് എന്നൊരു മനോഭാവം പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനം. ഇന്ന് വികലാംഗരെന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും മനോഹരമുള്ളവരാണ് കാണുന്നത്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം ഞങ്ങൾ വൈകല്യമുള്ളവരെന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് ഈ ലോകത്ത് തമ്പുരാൻ എന്തെല്ലാം കഴിവുകളാണ് തന്നേക്കുന്നത്, ഞങ്ങൾക്ക് എന്തിനു കൊള്ളാം, ഞങ്ങളിൽ ഒന്നിനും കൊള്ളുമില്ല എന്നൊരു പറച്ചിലും അവരെയുള്ള സ്വീകരണവും അങ്ങനെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുള്ളത്. ഈ ഭവനത്തിൽ തന്നെയാണ് വരുന്നവരും പലരും ഒത്തിരി പേര് വരാറുണ്ട്. ഈ ഭവനത്തിലേക്ക് വരുമ്പം ഈ ഭവനത്തിൽ വരുന്നവരും പറയും, നിങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നാറില്ല, നിങ്ങൾ എന്ത് രസമാണ് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം, ഞങ്ങൾ സാധാരണ മരത്തിൽ ചെല്ലുന്ന ഭവനത്തിൽ ചെല്ലുന്നവർക്ക് ഒന്നുമല്ല ഇവിടെ വരുന്നത്, നിങ്ങളും അമ്മമാരും ഒരു സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാവുകയാണ് നിങ്ങളുടെ കൂടെ ചേരാൻ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ പൂവുണ്ടാക്കും, കുറച്ച് കറിക്കൊക്കെ അറിയാൻ പോകും, കുറച്ച് പണിയൊക്കെ അങ്ങനെ ചെയ്യും, പറ്റുന്ന പണിയൊക്കെ ചെയ്യും. എൻ്റെ പേര് ശ്രീജ. ഞാനിവിടെ വന്ന് 10 വർഷമായി. ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യം. ഞങ്ങളിവിടെ പറ്റുന്ന 9 പേര് ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ശാരീരിക മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ വന്ന് ജോലി ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കയറ്റി അയക്കുന്നു എന്നത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഇത് ഡിസംബർ മാസമാണ്. ഈ മാസത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറെ തിരക്കുള്ള നാളുകളാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന കേക്കുകൾ ഞങ്ങൾ കാർമൽ കേക്കുകളിൽ ഇറങ്ങുന്നു. ഈ കേക്ക് നിങ്ങൾ എല്ലാവരും വാങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ ഈ കാർമൽ ബേക്കറിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് നിങ്ങൾ വാങ്ങിച്ച് അതിൻ്റെ രുചി അറിയണമെന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ കേക്കുകളുടെ രുചി അറിയാനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തോമസേട്ടാ, ഞങ്ങളുടെ ഈ കൊച്ചു സ്വർഗം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ തോമസേട്ടന്? ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. ഞാൻ ഇവിടുത്തെ സ്വർഗവും കണ്ടു, ഇവിടുത്തെ മാലാഖമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ കയറുക, ഞങ്ങളെ സന്ദർശിക്കുക. താങ്ക് യു.